കുട്ടനാടിന് വലിയ ആയുസ് കാണത്തില്ല. അങ്ങനെ വന്നാൽ കടലെടുത്ത് പോകാൻ സാധ്യതയുണ്ട്. കൊച്ചി ഇതിൻ്റെ ആയുസ് വളരെ കുറവായിരിക്കും, കടലെടുത്ത് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അഞ്ചുതെങ്ങ് മുതൽ അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള കടൽ തീരത്തിന് വലിയ പ്രതിസന്ധി വരാൻ സാധ്യതയുണ്ട്. മലനാട് പ്രദേശങ്ങൾക്ക് വലിയ പ്രതിസന്ധി വരും. ആ മലനാട് പ്രദേശങ്ങളിലെ പ്രതിസന്ധികളിൽ ഏറ്റവും ആദ്യം പ്രതിസന്ധി വരാൻ പോകുന്നത് വയനാട് ജില്ലയിലാണ്. ഇതിലേക്ക് വരും. ഡെസർട്ടിഫിക്കേഷനൊക്കെ സംഭവിക്കാം, മരുവൽക്കരണം സംഭവിക്കാം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് മഴ വരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് മഴ കഴിഞ്ഞാൽ വരൾച്ച വരും. വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നിട്ട് ഇന്ന് ഏകദേശം 4ാമത്തെ ദിവസം ആവുകയാണ് അല്ലെ. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർമിയുടെ ബൈലി പാലം തയ്യാറായതോടെ മുണ്ടക്കയിലേക്കുള്ള വാഹന ഗതാഗതവും ഒക്കെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു. അത് രക്ഷാപ്രവർത്തനത്തിന് വലിയ സഹായമായിട്ടുണ്ട്. ക്യാമ്പിലുള്ള സുഖമില്ലാത്ത ആളുകൾക്കടക്കം ഇനി കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിക്കുമെന്നുള്ളതാണ്. ഇന്നത്തെ രാവിലത്തെ കണക്കനുസരിച്ചിട്ട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഏകദേശം 300 കവിഞ്ഞു. കാണാതായവരും കൂടി കൂട്ടുമ്പോൾ മരണസംഖ്യ ഇനിയും കൂടും. ഒരു നാട് മൊത്തം മണ്ണിൽ ഒലിച്ചു പോയെന്ന് പറയുമ്പോൾ ആ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്നുള്ള ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. എന്തായാലും വയനാടിന്റെ ഉരുൾപൊട്ടലോട് കൂടി കേരളത്തിന്റെ ഭാവിയെ കുറിച്ച് മറ്റും ചർച്ചകൾ ഉയർന്നു വന്നിരിക്കുകയാണ് അല്ലെ. അതായത് കുറച്ചു കാലമായിട്ട് ഇടയ്ക്കിടെ ഓരോരോ ദുരന്തങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതെല്ലാം കൂടെ എവിടെ ചെന്ന് അവസാനിക്കും? ഭാവിയിൽ ഇനി എപ്പോഴാണെങ്കിലും ഇതുപോലുള്ള ദുരന്തങ്ങൾ പ്രതീക്ഷിക്കാം. എല്ലാം നമ്മുടെ മനുഷ്യനെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണ്. അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. ചിലരൊക്കെ ദുരന്തമുഖത്താണെന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെയാണ് ഓരോന്നിങ്ങനെ പറയുന്നത്. പ്രകൃതിയെ ചൂഷണം ചെയ്തിട്ടല്ലേ, അങ്ങനെ തന്നെ വേണം, പ്രകൃതി അമ്മയാണ് അമ്മൂമ്മയാണ്, അടിച്ചാൽ തിരിച്ചടിക്കും, മണ്ണെടുത്തിട്ടല്ലേ കല്ലെടുത്തിട്ടല്ലേ, ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെയും വാദം. ഈ പറയുന്നവരൊക്കെ പിന്നെ കണ്ണും മല്ലും ഉപയോഗിക്കാതാണ് വീടും മുതലൊക്കെ കെട്ടിപ്പൊക്കിയത്. പിന്നെ കുറെ എണ്ണം കവിത എഴുതുന്നു. കുറെ ആൾക്കാരെ മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് പൊക്കി പിടിച്ചു വരുന്നു. ഗാഡ്ഗിൽ ആരാണെന്ന് അറിയാലോ. പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കാനായി സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റി അംഗമാണ് ഗാഡ്ഗിൽ. അന്ന് ഈ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് വലിയ വിവാദമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 2013 ഇതിനെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് വലിയ ചർച്ചയായിരുന്നു. എന്തായിരുന്നു അന്ന് പറഞ്ഞത്? പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടി എടുത്തിട്ടില്ല എങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട, 4-5 വർഷം മാത്രം മതി. അന്ന് ഞാനും നിങ്ങളും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടാകും. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അദ്ദേഹം ഇത് പറഞ്ഞ ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം 2018 കേരളത്തിൽ പ്രളയം ഉണ്ടായി. പിന്നീട് കവളപ്പാറ, പുത്തുമല ഈ ഇടങ്ങളിലൊക്കെ നിരന്തരമായിട്ടുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. അതോടെ ഗാഡ്ഗിലിന്റെ ഈ വാക്കുകളും ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടുകളും ഒക്കെ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങി. ഇദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും എല്ലാവരും ദുഃഖത്തിലായിരിക്കുന്ന സമയത്ത് സേഫ് സോണിൽ ഇരിക്കുന്ന ചില ആളുകൾ ഗാഡ്ഗിൽ അന്നേ പറഞ്ഞതല്ലേ അനുഭവിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു വരവ് അങ്ങ് വരും. ഇഷ്ടം പോലെ പ്രകൃതിയെ ചൂഷണം ചെയ്തിട്ട് മണിമാളിക കെട്ടിപ്പൊക്കിയിട്ടാണ് ഇവരുടെ കൊണേടിയെന്ന് ആലോചിക്കുമ്പോഴാണ് വിരോധാഭാസം തോന്നുന്നത്. പ്രകൃതി ദുരന്തത്തിന് പാവം വയനാട്ടിലെ ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? ദുരന്തങ്ങൾ അവിടെ താമസിച്ച ജനങ്ങൾ വരുത്തി വെക്കുന്നതാണെന്ന് പറയുന്നത് ക്രൂരതയാണ്, അവരോട് കാണിക്കുന്ന അനീതിയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാണെങ്കിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ മനുഷ്യന് നിലനിൽപ്പില്ല എന്നുള്ളതാണ്. വികസനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രകൃതി ചൂഷണം സംഭവിക്കും. അതിനൊരു ലിമിറ്റിൽ നിയന്ത്രിച്ച് നിർത്തുക, സയന്റിഫിക് ആയി കാര്യങ്ങൾ ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള വഴി. ശരിക്കും മനുഷ്യന്റെ ചൂഷണം കൊണ്ട് മാത്രമാണോ ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്? അതൊരു ചോദ്യമാണ് അല്ലെ. അതിനുള്ള ഉത്തരം വിദഗ്ധരിൽ നിന്ന് തന്നെ നമുക്ക് കേട്ടോക്കാം. പരിസ്ഥിതി വിദഗ്ധനായിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസ് വയനാട്ടിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ ചാനലിൽ നൽകിയ ഇന്റർവ്യൂവിലെ ചില ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. 2-3 കാരണങ്ങളുണ്ട് ഉരുൾപൊട്ടലിന്. ഉരുൾപൊട്ടലിന് ഒന്ന് ഇൻറ്റൻസീവായിട്ടുള്ള മഴ, വളരെ തീവ്രമായ മഴ. നമുക്ക് ഹെവി റെയിൻഫാൾ എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്, പക്ഷെ കുറച്ചുകൂടി വലുതാണ് മഴ, ടോറൻഷ്യൽ റെയിൻഫാൾ എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ വളരെ ഹെവി ആയിട്ടുള്ളൊരു മഴ, അത് കുറഞ്ഞ സമയം കൊണ്ട് വരുന്ന മഴ. പിന്നെ ആ കുറഞ്ഞ സമയം കൊണ്ട് മഴ വരുമ്പോൾ അതിന് തൊട്ട് മുന്നേ ദിവസങ്ങളിൽ മഴ പെയ്ത് കിടക്കുന്ന ഒരു സ്ഥലമായിരിക്കണം, എങ്കിലാണ് കൂടുതൽ അവിടെ മണ്ണൊക്കെ ഒരുങ്ങി നിൽക്കുന്നത് സ്ലിപ്പ് ചെയ്യാനായിട്ട്, ലാൻഡ് സ്ലിപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഭൂമിയുടെ ഘടന, ചരിവ് വളരെ പ്രധാനപ്പെട്ടാണ്, ഭൂമിയുടെ ചരിവ്. പിന്നെ അവിടുത്തെ നീരൊഴുക്ക് സംവിധാനം, പിന്നെ അതുപോലെ തന്നെയാണ് അവിടുത്തെ ഭൂവിനിയോഗ രീതികൾ, എന്ത് കൃഷി ചെയ്തിരിക്കുന്നു അങ്ങനത്തെ ഭൂവിനിയോഗ രീതികൾ, മണ്ണിൻ്റെ കനം, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ കാടിനകത്ത് ധാരാളം ഉരുൾപൊട്ടൽ നടക്കാറുണ്ട്, പക്ഷേ അത് തീവ്രമായിട്ടൊക്കെ വരുന്നത് ഈ പറയുന്ന മനുഷ്യവാസമുള്ള സ്ഥലത്തെത്തുമ്പോഴാണ് നമുക്ക് ഒരു ദുരന്തമായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് കാടിനകത്തൊക്കെ സ്ഥിരമായ ഉരുൾപൊട്ടൽ സംഭവിക്കാറുണ്ട്, പക്ഷെ അത് ജനവാസ മേഖലകളിൽ നടക്കുമ്പോഴാണ് അതൊരു ദുരന്തമായി മാറുന്നത് അല്ലെ. കാടിനകത്ത് പിന്നെ എന്ത് നടന്നാലും നമുക്ക് കുഴപ്പമില്ലല്ലോ. കാട്ട് തീയായിട്ടും ഉരുൾപൊട്ടലായിട്ടും വരൾച്ച ആയിട്ടും ഒക്കെ ഒരുപാട് ദുരന്തങ്ങൾ കാട്ടിനകത്ത് നടക്കാറുണ്ട്. മനുഷ്യന്റെ കൈക്കടത്തിലെത്താത്ത ഉൾക്കാടിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ പിന്നെ അവിടെ ഇത്തരം ദുരന്തങ്ങൾ നടക്കാൻ എന്താണ് കാരണം? മൃഗങ്ങൾ ഇനിയിപ്പോ പ്രകൃതിനെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയോ? അതുകൊണ്ടാണ് ഇനിയിപ്പോ കാടിനകത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴേക്കും അത് മനുഷ്യന്റെ കൈക്കടത്തൽ കൊണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് കവിത എഴുതാൻ നിൽക്കരുത് എന്നുള്ളതാണ്. തീർച്ചയായും മനുഷ്യന്റെ കൈക്കടത്തലും ഒരു കാരണമാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ
കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതാണ് ശരിക്കും ഇവിടുത്തെ മെയിൻ വില്ലൻ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യൻ ഇത്രമേൽ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറഞ്ഞ കാലമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പും ഇവിടെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്, കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ഇപ്പോൾ ഇവിടെ തുടർച്ചയായിട്ടുള്ള ദുരന്തങ്ങൾക്ക് കാരണം. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, ജിയോളജി വിദഗ്ധൻ KP ത്രിവിക്രമന്റെ വാക്കുകൾ നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. ക്വാറികൾ തന്നെയല്ലേ വലിയൊരളവോളം ഇത്തരം ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നത്? ഒരിക്കലുമല്ല. അവിടാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. ക്വാറി എന്ന് പറയുന്ന റോക്കിലാണ് നമ്മൾ മൈൻ ചെയ്ത് വെടിവെച്ചെടുക്കുന്നത്. സോയിലൊന്നും, അതായത് ഒരു അല്ല സാർ, എന്നാൽ ഇത് പൊട്ടിക്കുന്ന സമയത്ത് അല്ല, അത് വളരെ ഫീബിളാണ്. ഇത് റോക്ക് മെക്കാനിക്സ് അങ്ങനെയുള്ള വിഷയങ്ങളിലുള്ള പരിമിതമായ അറിവില്ലായ്മയോ കൊണ്ടാണ് നമ്മളിവിടെ ക്വാറിയിൽ ഡൈനമൈറ്റ് വെച്ച് പൊട്ടിച്ചത് കൊണ്ടാണ് അവിടെ ലാൻഡ് സ്ലിപ്പ് വന്നു എന്ന് പറയുന്നത്. ഇത് അതല്ല കാര്യം. ഈ B ഹൊറൈസണും A ഹൊറൈസണും ഏത് നേരം വേണമെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ വെള്ളം അതിനകത്ത് നിറഞ്ഞു കഴിഞ്ഞാൽ തനിയെ ഗ്രാവിറ്റേഷണൽ പുള്ളുകൊണ്ട് താഴോട്ട് വരും. അതായത് ഒരു നാച്ചുറൽ അല്ല, when it is saturated with water, soil is porous and permeable. അപ്പൊ എന്താണ് കാരണം? സോളിഡ് ആയിട്ടുള്ള കാരണം ക്ലൈമറ്റിന്റെ പ്രതിഭാസം തന്നെ. ആഗോളതാപനം അല്ല, അതല്ല. ഒന്ന്. രണ്ട്, നമ്മള് 22 എന്നൊരു മാജിക് നമ്പർ ഉണ്ട്, 22 ഡിഗ്രി സ്ലോപ്പ് എന്ന്. ഈ സ്ലോപ്പ് 22 ഡിഗ്രിയിൽ കവിഞ്ഞാൽ ഒരു certain amount of റെയിൻഫാളിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഓർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം, ഹൈ ഇന്റൻസിറ്റി ഷോർട്ട് ഡ്യൂറേഷൻ റെയിൻഫാൾ, അതായത് 200 മില്ലിമീറ്റർ മഴ ഒരാഴ്ച കൊണ്ട് കിട്ടിയ ഒരു പ്രശ്നമില്ല. 200 മില്ലിമീറ്റർ മഴ ഒരു ദിവസം കൊണ്ട് 24 അവേഴ്സ് താഴോട്ട് വരികയാണ്. അന്നേരം അത് മുഴുവൻ സാധാരണ ഈ പാൽപ്പായസം പോലെ ഒലിച്ചു വരും. അവിടെയാണ് ഈ പ്രശ്നം. നിങ്ങൾ ഏത് ക്ലിപ്പ് എടുത്ത് നോക്കൂ ലാൻഡ് സ്ലിപ്പിന്റെ, അതിനകത്ത് ഉണ്ടാക്കില്ലതാണ്. അതാണ് അതിന്റെ കോറാണ്, അൺവെതേർഡ് പീസസ് ആണ്. ഒരു പാറയുടെ ലുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. പുതിയ പാറ ലോറിയിൽ വന്നോ അല്ലെങ്കിൽ സൈറ്റിൽ അൺലോഡ് ചെയ്തിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ആ നിറമുള്ള ഒരു ഒറ്റ കല്ല് കീഴോട്ട് വന്നായിട്ട് കണ്ടിട്ടുണ്ടോ? ക്ലിപ്പുണ്ട്. നമ്മുടെ വയനാട് മുതൽ മലപ്പുറം മുതൽ തെക്കോട്ട് പല സ്ഥലത്തും ഈ പറഞ്ഞ ഉരുൾപൊട്ടലുണ്ടായിരുന്നു, ലാൻഡ് സ്ലിപ്പ് ഉണ്ടായിരുന്നു. കാലാവസ്ഥ വ്യതിയാനമാണ് ലാൻഡ് സ്ലിപ്പിന് മഴയാണ് കാരണം. ഇത്രയും മഴ വരാൻ കാര്യം എന്താ? കാലാവസ്ഥ വ്യതിയാനം. ഒരു തർക്കവും വേണ്ട. മനസ്സിലായല്ലോ? അല്ല, വിദഗ്ധന്മാര് സംസാരിക്കട്ടെ. എന്നാലെങ്കിലും നമ്മുടെ ഈ കാടടിച്ച് വെടിവെക്കുന്ന പരിപാടി അവസാനിക്കല്ലോ. എങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എന്നതടക്കം അദ്ദേഹം വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മുടെയൊക്കെ മറ്റൊരു തെറ്റിദ്ധാരണം കൂടി അദ്ദേഹം മാറ്റിത്തന്നു. എന്താണത്? അതായത് ഈ ക്വാറിയിലെ ഖനനം കൊണ്ടാണ് ഇവിടെ സകല ദുരന്തങ്ങളും ഉണ്ടാകുന്നത് എന്ന് വാതോരാതെ പറയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ക്വാറിയൊക്കെ ദുരന്തം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. കാലാവസ്ഥ മാറി ഒരാഴ്ച കൊണ്ട് കിട്ടേണ്ട മഴ ഒറ്റ ദിവസം കൊണ്ട് പെയ്യുന്നു. അങ്ങനെ ഉണ്ടായ വെള്ളത്തെ താങ്ങാനാവാതെ മണ്ണിനടിയിൽ അതിസമ്മർദ്ദം ഉണ്ടാവുകയും അത് ഉരുൾപൊട്ടലിന് കാരണമാവുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാന കാരണം ഭൂമിയുടെ ചെരിവാണ്. 22 ഡിഗ്രി ചെരിവ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പ്രകൃതി ചൂഷണം അടക്കമുള്ള മറ്റു ചില കാരണങ്ങളൊക്കെ ചില കാരണങ്ങൾ മാത്രമാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തുള്ള കാലാവസ്ഥയെ വെച്ച് ഒന്ന് താരതമ്യപ്പെടുത്തിയാൽ മാത്രം മതിയാകും കാലാവസ്ഥ എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് അറിയാൻ, അല്ലെ? ഒന്നുകിൽ കൊടും ചൂട്, അല്ലെങ്കിൽ തോരാത്ത മഴ, അതുമല്ലെങ്കിൽ അതിശൈത്യം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാര്യം വരുമ്പോൾ ആഗോളതാപനം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് മനുഷ്യനെ പ്രതിസ്ഥാനത്ത് നിർത്താം. പക്ഷെ എന്ന് കരുതി നമുക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാറ്റിനും ഒരു നിയന്ത്രണം കൊണ്ടുവരാന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തൊക്കെയാണ് ആ നിയന്ത്രണങ്ങൾ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പരിസ്ഥിതി വിദഗ്ധനായിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഓരോ സ്ഥലത്തെയും പരിസ്ഥിതിയെ മനസ്സിലാക്കിക്കൊണ്ട് അതിനിണങ്ങിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിൽ കൂടിയും ഇതിന് കൃത്യമായിട്ടുള്ള പഠനവും ബോധവൽക്കരണവും ആവശ്യമാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയേണ്ടവർ മറുനാടൻ എക്സ്ക്ലൂസീവിന്റെ ഇന്റർവ്യൂ കണ്ടാൽ മതിയാകും. എന്നിരുന്നാലും അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് എന്നെ കൂടുതൽ ഭയപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേട്ടു നോക്കാം. നമ്മളുടെ ഈ മനുഷ്യരുടെ ഈ പോക്കും ഭൂപ്രകൃതിയുടെ ഈ ഒരു വ്യത്യാസവും എല്ലാം ഇങ്ങനെ തുടർച്ചയായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഭാവി വളരെ വളരെ പ്രശ്നമായിരിക്കും. കുട്ടനാടിന് ഇനി വലിയ ആയുസ് കാണത്തില്ല. അങ്ങനെ വന്നാൽ കടലെടുത്ത് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ ഒരു വിദഗ്ധാഭിപ്രായം പറയുന്നത്, അല്ലാതെ നിരാശ കൊണ്ട് പറയുന്നതല്ല. കൊച്ചി ആയുസ് വളരെ കുറവായിരിക്കും, കടലെടുത്ത് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അഞ്ചുതെങ്ങ് മുതൽ അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള കടൽ തീരത്തിന് വലിയ പ്രതിസന്ധി വരാൻ സാധ്യതയുണ്ട്. മലനാട് പ്രദേശങ്ങൾക്ക് വലിയ പ്രതിസന്ധി വരും. ആ മലനാട് പ്രദേശങ്ങളിലെ പ്രതിസന്ധികളിൽ ഏറ്റവും ആദ്യം പ്രതിസന്ധി വരാൻ പോകുന്നത് വയനാട് ജില്ലയിലാണ്. അത് കഴിഞ്ഞ കുറേ കാലമായി നമ്മളുടെ എല്ലാ നിരീക്ഷണവും പഠനവും ഒക്കെ ഉള്ളതാണ്. വയനാട് ജില്ലയ്ക്ക് കാരണം അതൊരു സമതലമാണ്, ഒരു താഴ്വരയിൽ നിന്ന് പോയി ഹൈറ്റിൽ നിൽക്കുന്നൊരു പ്ലേറ്റോ ആണ്, വയനാട് പ്ലേറ്റോ ആണ്, ഒരു വേറെ ഭൂമിശാസ്ത്രമാണത്. അപ്പോൾ അതിൻ്റേതായ ഒരു സവിശേഷതകളുണ്ട്. അത് പരിപാലിക്കപ്പെട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് മനുഷ്യർക്ക് അവിടെ താമസിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വരും. ഡെസർട്ടിഫിക്കേഷനൊക്കെ സംഭവിക്കാം, മരുവൽക്കരണം സംഭവിക്കാം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് മഴ വരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് മഴ കഴിഞ്ഞാൽ വരൾച്ച വരുന്നു. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ മണ്ണിൻ്റെ
ഈ ഉൽപ്പാദനശേഷിയും പ്രതികരണശേഷിയൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അവിടെ മരുവൽക്കരണം വരാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ വയനാട്ടിൽ മരുവൽക്കരണം വരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് എ ലോങ് ടൈം പ്രോസസ്സ്, ഒരു പ്രോസസ്സാണത്. ആ പ്രക്രിയയിൽ നമ്മൾ മനസ്സിലാക്കി മണ്ണിനെയും വെള്ളത്തെയും, മണ്ണിനെ ചികിത്സിക്കുക, മഴയെ മനസ്സിലാക്കുക, വെള്ളത്തെ കൈകാര്യം ചെയ്യുക, ഇതേ ഉള്ളൂ നമ്മുടെ മുന്നിൽ മാർഗം. മറ്റു മാർഗം എന്തായാലും കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. ഒരു വിദഗ്ധ അഭിപ്രായം എന്ന രീതിയിലാണ് ഇദ്ദേഹം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷെ ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പഠനങ്ങളും കാര്യങ്ങളും നടന്നിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. എന്തായാലും കൊച്ചിയും കുട്ടനാടും ഒക്കെ കടലെടുത്ത് പോകുന്ന കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കി, എന്തൊരു അവസ്ഥയായിരിക്കും. വയനാട് ഒരു മരുഭൂമിയായി മാറുമെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ഇന്നോ നാളെയോ സംഭവിക്കുമെന്നല്ല, കാലാവസ്ഥ ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം കൊണ്ട് ഇങ്ങനെ ഉണ്ടാകുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാവുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ കുറെ കാലങ്ങളായി ഇവിടെ ദുരന്തങ്ങൾ വിട്ടൊഴിയുന്നില്ല. എല്ലാം കൂടി എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് കണ്ടറിയാം. എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.